ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലപോലെ നാളികേരമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു അടിപൊളി തൂളി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൈ പിടിക്കുമ്പോഴേക്കും വഴുതി പോകുന്ന ടൈപ്പ് മീനാട്ടോ ഈ തൂളി. അപ്പം നമ്മളത് വെണ്ണീറൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ചിട്ടാണ് അതിൻ്റെ ചെതുമ്പിലൊക്കെ കളഞ്ഞെടുത്തത്. അതിനുശേഷം നമ്മളിതാ കറിക്ക് ആവശ്യമുള്ള പോലെ അതങ്ങോട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈ വെച്ചൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമുക്കിതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ മീൻ കറിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഈ മീനിന്മേൽ ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മീൻ കറിയിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, സവാള, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഞാൻ മീൻ കറിയിലേക്കുള്ള പുളിവെള്ളമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ചിരകി വെച്ചിട്ടുള്ള നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്നും ഈ പുളിയുടെ കൊറ്റനൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് ആ പുളിവെള്ളം മാത്രമാക്കിയിട്ടൊന്ന് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഞാൻ നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2-3 പച്ചമുളക് നടുകീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി നടുപൊളിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള നീളത്തിലരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ നീളത്തിലരിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരത്തിൻ്റെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ നാളികേരത്തിൻ്റെ അരപ്പുണ്ടായിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാക്കി ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഈ നാളികേരത്തിൻ്റെ അരപ്പൊക്കെ ഈ കറിയുടെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നല്ലപോലെ തീയൊക്കെ കത്തിച്ച് അടച്ച് വെച്ച് കൊടുക്കാതെ നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദാ നമ്മുടെ കറിയിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ എന്ന് നോക്കി നോക്കുക. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയപ്പോൾ ഈ മീൻ കഷ്ണങ്ങളും കൂടെ ഇതിൽ കിടന്നൊന്ന് വേവിച്ച് നമുക്ക് ഈ ചാറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാക്കിയിട്ട് എടുക്കണം. അത്രയും സമയം കൂടെ വേണ്ടു നമ്മുടെ മീൻ കറി റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മുടെ മീനൊക്കെ ഈ ചട്ടി കിടന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മീൻ കറിയുടെ ചാറൊക്കെ നല്ലപോലെ കുറുകി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടി എടുത്ത് അടുപ്പത്തു നിന്നും മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഉള്ളിയും കൂടെ കാച്ചി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ നല്ലപോലെ ഒന്ന് എണ്ണയിലൊക്കെ മൂപ്പിച്ചെടുത്ത് അതും കൂടെ നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് തൂളി മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.